പ്രിയരെ, നമ്മൾ മനുഷ്യരെ എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും തൃപ്തരല്ല. ശരിയല്ലേ? അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. കുറഞ്ഞ കാലം മാത്രം ഇവിടെ ജീവിക്കാൻ വന്നവരാണ് നമ്മൾ. അള്ളാഹു നൽകിയതിനെയൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിച്ച് മരണപ്പെടാം. അതിനായി റബ്ബ് തൗഫീക്ക് നൽകട്ടെ. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരാരും തൃപ്തിയോടെ മടങ്ങിയവരല്ല കേട്ടോ. എത്രയോ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ് ആരുടെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടത്. ഇവിടെ സമാധാനത്തിന് വേണ്ടി പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഒരുപാട് മോട്ടിവേറ്റർമാർ നമുക്ക് അതിന് ക്ലാസ്സുകൾ എടുത്തു തരാറുണ്ട്, ഒരുപാട് ട്രിക്കുകൾ പറഞ്ഞു തരാറുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രയോഗിച്ചാലും നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ നോക്കൂ, ഫാദർ സുലൈമാൻ, അദ്ദേഹത്തിൻ്റെ ആ ജീവിതവും അവസാനം സംഭവിച്ചതും നമ്മളൊക്കെ വാർത്തകളിൽ കേട്ടതാണ്, അറിഞ്ഞതാണ്. നൂറുകണക്കിന് വരുന്ന മോട്ടിവേറ്റർമാർ ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട്, ഒരുപാട് മോട്ടിവേറ്റർമാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ റിയൽ ജീവിതം, അവരുടെ യഥാർത്ഥ ജീവിതം പരാജയപ്പെടുന്നു എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടേതുമല്ല കേട്ടോ. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് പിഴവ്? മറ്റൊരു ഗുസ്തിയിൽ പരാജയപ്പെട്ട ഒരു കരോട്ട പഠിച്ച ആൾ, അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങളെന്താണ് പരാജയപ്പെട്ടത്? നിങ്ങൾ വലിയ കരോട്ട പഠിച്ച ആളല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞ രസകരമായ മറുപടിയുണ്ട്, എന്നെ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് അതിൻ്റെ അടവുകൾ എടുക്കാൻ എന്നാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ സാഹചര്യം. മനസമാധാനമില്ല ആർക്കും. മനസമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ച ട്രിക്കുകളും മറ്റു കാര്യങ്ങളും പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ മോട്ടിവേഷനിൽ നിന്ന് കിട്ടുന്ന ഐഡിയകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ. എവിടെ നിന്നാണ് ഈ മനസമാധാനം ഉണ്ടാവുക? ഇവിടെയാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേറ്ററായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്ന ഏറ്റവും വലിയൊരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്ന കാര്യം എന്താ? നമുക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും മനുഷ്യനെ അസമാധാനപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെക്കാൾ താഴെ ഉള്ളവരിലേക്ക് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കാണാനും അതിനെ ആസ്വദിക്കാനും അതിൽ സംതൃപ്തനാകാനും കഴിയുകയുള്ളൂ. ശരിയല്ലേ? പലപ്പോഴും നമ്മൾ അല്ലാത്തടത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറ്റൊന്നുകൂടി പഠിപ്പിച്ചോട്ടോ, അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ ഓർക്കുക അള്ളാഹുവിനെ, എങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകും. എന്തുകൊണ്ട്? എന്നെ പടച്ച, ഈ ഭൂമിയെ പടച്ച, എല്ലാവരെയും പടച്ച, പരിപാലിക്കുന്ന, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ഓർമ്മ നമുക്കുണ്ടാവുക. അവൻ വിചാരിച്ചതല്ലാത്ത ഒന്നും ഒരാൾക്കും കിട്ടില്ല. അവൻ വിചാരിച്ച ഒന്നിനെയും തടയാൻ ഒരു ലോകത്തൊരാൾക്കും സാധ്യവുമല്ല. അതുകൊണ്ട് ആ വിശ്വാസവും ഉറപ്പോടും കൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.